കലിപ്പൻ പോലീസിന്റെ PT ടീച്ചർ. രചന അനി ബിജു ഫിദ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. താൻ വന്ന ബസ്സിൽ ഒരു ചേച്ചിയുടെ മാലാരോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാണ് ബസ് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടത്. ബസ്സിലുള്ളവരെല്ലാം തപ്പി മോഷണം പോയ മാലയും തിരിച്ചു കിട്ടി. മാല മോഷ്ടിച്ച ആളെയും പിടികൂടിയിട്ടും പിന്നെയുമുള്ള സംശയത്തിന്റെ പേരിൽ ആ ബസ്സിലുണ്ടായിരുന്നവരെല്ലാം പിടിച്ചിരുന്ന പോലീസിന്റെ രീതി കമലക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആളുടെ ഇടത് കൈയിലെ വാച്ചിൽ സമയം 8 മണിയോട് അടുക്കുന്നു. അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിലെ PT ടീച്ചറാണ് കമല. ഇന്ന് അവൾക്ക് പ്രധാനപ്പെട്ട ദിവസമാണ്. അവളുടെ കുട്ടികളെയും കൂട്ടി ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റിന് പോവേണ്ടതാണ്. താൻ വൈകിയാൽ തന്റെ കുട്ടികളുടെ 1 വർഷത്തെ അധ്വാനം പാഴാകും. ദേഷ്യം കൊണ്ട് അവളുടെ മുഖം ചുവന്നു. 27 വയസ്സിന്റെ പ്രസരിപ്പുള്ള സുന്ദരമായ മുഖം. കടുനിറത്തിലുള്ള ഒരു കോട്ടൺ സാരിയാണ് വേഷം. തോളിൽ വലിയൊരു ബാഗും കയ്യിൽ കുറച്ച് ഫയലുകളുമുണ്ട്. സ്റ്റേഷന്റെ വരാതിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന അവൾ ഒടുവിൽ സൈകിട്ട് നേരെ ഉള്ളിലേക്ക് നടന്നു. മുൻപിൽ തടയാൻ വന്ന പോലീസുകാരനെ വകഞ്ഞു മാറ്റിയവൾ SI ആകാശ് എന്ന് ബോർഡ് വെച്ച ആ ക്യാബിനിലേക്ക് അനുവാദം ചോദിക്കാതെ കയറി. ആകാശ് അപ്പോൾ ഏതോ ഫയലിൽ നോക്കി ഗൗരവത്തിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നുള്ള കടന്നുകയറ്റം കണ്ട് അവൻ തല ഉയർത്തി നോക്കി. എന്താണോ ഇത് സ്റ്റേഷനാണെന്നറിയില്ലേ? അനുവാദം ചോദിക്കാൻ ഇങ്ങോട്ട് കയറി വരാൻ താനാരാ? ആകാശ് കടുപ്പത്തിൽ ചോദിച്ചു. കമല തന്റെ ബാഗ് മേശപ്പുറത്ത് ആഞ്ഞു വെച്ചു. ഞാൻ ആരാണെന്നല്ല സാർ ഇവിടുത്തെ വിഷയം. പുറത്താ ബസ്സിലിരിക്കുന്നവരുടെ അവസ്ഥയാണ്. മാല കിട്ടിയല്ലോ, കള്ളനെയും പിടിച്ചല്ലോ, പിന്നെ എന്തിനാ ഈ നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ വെയിലത്തിരുത്തി പീഡിപ്പിക്കുന്നത്? ആകാശം ഒന്ന് അമ്പരന്നു. സാധാരണ സ്റ്റേഷനിൽ വരുന്ന പെണ്ണുങ്ങൾ പേടിച്ച് നിൽക്കാറാണ് പതിവ്. പക്ഷെ മുന്നിൽ നിൽക്കുന്ന ഈ പെൺകുട്ടിയുടെ കണ്ണുകൾ കത്തുന്ന ദേഷ്യമാണ്. ഓരോ പരിശോധനകൾക്ക് അതിൻ്റെതായ സമയമുണ്ട്. താൻ പോയി പുറത്തിരിക്കുക. ആകാശ് അല്പം കൂടി ഗൗരവം കൂട്ടി പറഞ്ഞു. ഇരിക്കാനോ? എനിക്കതിന് സൗകര്യമില്ല സാർ. ഞാനൊരു ടീച്ചറാണ്. എൻ്റെ കുട്ടികൾ സ്കൂളിൽ എന്നെയും കാത്ത് നിൽക്കുവാണ്. ഇനി ഞാൻ വൈകി അവർക്ക് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ കഴിയില്ല. നിങ്ങൾ ഈ കാണിക്കുന്ന ശുദ്ധ തോന്നിയാ സാർ. ഒരു SI ആയതുകൊണ്ട് ആരെയും എപ്പോഴും തടഞ്ഞു വെക്കാന്ന് കരുതരുത്. നിയമം എല്ലാവർക്കും ഒരുപോലെയാ. കമല നിർത്താതെ സംസാരിക്കുകയായിരുന്നു. അവൾ സംസാരിക്കുമ്പോൾ ചലിക്കുന്ന അവിടെ ആ കമ്മലുകളും നെറ്റിയിലെ ചെറിയ കുറിയും ദേഷ്യം വരുമ്പോൾ വിറക്കുന്ന ചുണ്ടുകളും ആകാശ് അറിയാതെ ശ്രദ്ധിച്ചു പോയി. താനൊരു പോലീസ് ഓഫീസറാണെന്ന പരിഗണന പോലും നൽകാതെ തനിക്ക് നേരെ വിരൽച്ചുകൊണ്ട് സംസാരിക്കുന്ന ആ സുന്ദരിയെ അവൻ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. അവളുടെ ഓരോ വാക്കും അവനിൽ ദേഷ്യത്തിന് പകരം വല്ലാത്തൊരു കൗതുകമാണ് ഉണ്ടാക്കിയത്. പൗരുഷമുള്ള ആ കാക്കി വസ്ത്രത്തിനുള്ളിരിക്കുന്ന ആകാശിന്റെ ഉള്ളിൽ ആ നിമിഷം ഒരു കുളിർമഴ പെയ്ത അനുഭവം. അകത്തേക്ക് കയറാൻ പോലും പേടിക്കുന്ന തന്റെ ആ ക്യാബിനുള്ളിൽ നിന്ന് ഒരാൾ തന്നെ വെല്ലുവിളിക്കുന്നു. അവൻ കസേരയിലേക്ക് അല്പം കൂടി ചാരിയിരുന്നു. ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. തന്റെ പേരെന്താണോ ടീച്ചറെ? അവൻ താഴ്ന്ന സ്വരത്തിൽ വല്ലാത്തൊരു താല്പര്യത്തോടെ ചോദിച്ചു. ആ ചോദ്യം കമലയൊന്ന് അമ്പരപ്പിച്ചു. താൻ ഇത്രയും ഒച്ചയിട്ടിട്ടും ഇയാൾക്കൊരു കുലുക്കവുമില്ലേ? അവൾ മുഖം ചുളിച്ചു. കമലയുടെ ദേഷ്യം ആ ചോദ്യത്തിന് മുമ്പിലൊന്ന് തപ്പിത്തടഞ്ഞു. സിംഹത്തിന്റെ മടയിൽ കയറി ഗർജിച്ച് തനിക്ക് നേരെ അയാൾ ഇത്ര ശാന്തനായി ചിരിക്കുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്റെ പേരറിഞ്ഞിട്ട് സാറിന് ഇപ്പം എന്താ കാര്യം? പറഞ്ഞു മനസ്സിലായില്ലേ? എനിക്ക് പോണം, പുറത്തു നീർക്കും പോണം. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് ഞാൻ പറഞ്ഞു വെറുതെ അല്ല. കമല വീണ്ടും ശബ്ദമുയർത്തി. ആകാശ് സാവധാനം കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവളുടെ അടുത്തേക്ക് നടന്നെടുക്കുമ്പോൾ അവന്റെ 6 അടി ഉയരത്തിന് മുമ്പിൽ കമലയൊന്ന് പതറിയെങ്കിലും പുറമേക്ക് അത് കാണിച്ചില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ടീച്ചറെ. പക്ഷെ ഒരു മോഷണം നടന്നാ അതിനു പിന്നിൽ ഒന്നിലധികം പേർക്ക് പങ്കുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ്. തൊണ്ടി മുതൽ കിട്ടിയെന്നുകൊണ്ട് മാത്രം അന്വേഷണം അവസാനിക്കുന്നില്ല. അവന്റെ സ്വരം ഇപ്പോൾ കടുപ്പത്തിലല്ല, മറിച്ച് വല്ലാത്തൊരു ഗാംഭീര്യത്തിലായിരുന്നു. അവനവിടെ മേശപ്പുറത്തിരുന്ന ബാഗിന്റെ സ്ട്രാപ്പിൽ വിരലോടിച്ചുകൊണ്ട് തുടർന്നു. കമല എന്നാണ് ഫയൽ കണ്ട പേര്. PT ടീച്ചറാണല്ലേ? കുട്ടികളെ ഫുട്ബോൾ കളിപ്പിക്കാൻ പോകുന്ന ടീച്ചർ ഇങ്ങനെ ദേഷ്യപ്പെട്ട കുട്ടികളുടെ അവസ്ഥ എങ്ങനെയുണ്ടാവും? അയാൾ ചിരിക്കുമ്പോഴും തന്റെ പേര് അയാൾ എങ്ങനെ അറിഞ്ഞു എന്നോർത്തായിരുന്നു അവൾ അന്തം വിട്ടത്. പെട്ടെന്ന് ബാഗിന്റെ സിബിനരികിലായി തൂങ്ങിക്കിടക്കുന്ന ഐഡന്റിറ്റി കാർഡിലേക്ക് അവിടെ ശ്രദ്ധ പോയി. സാർ കളിയാക്കിയാണോ? അവിടെ കുട്ടികള്? ആൾ പറഞ്ഞു മുഴുമിക്ക് മുമ്പേ ആകാശ് ഒരു പോലീസുകാരനെ അകത്തേക്ക് വിളിച്ചു. കോൺസ്റ്റബിൾ, ആ ബസ്സിൽ ആളുകളുടെ ലിസ്റ്റ് എടുത്തല്ലോ അല്ലേ? എല്ലാവരുടെയും അഡ്രസ് വാങ്ങി അവർ വിട്ടേച്ചേക്ക്. ടീച്ചറുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ബസ്സിലുള്ളവരെ വിടാൻ പറഞ്ഞാൽ കമലയ്ക്ക് സന്തോഷം തോന്നിയെങ്കിലും ടീച്ചറുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവളിൽ വീണ്ടും സംശയമുളവാക്കി. എന്റെ കാര്യം നോക്കി എനിക്കറിയാം, ഞാൻ പൊക്കോളാം. അവൾ ബാഗ് തോളിലിട്ട് തിരിഞ്ഞടക്കാൻ ഒരുങ്ങി. നെൽക്ക് ടീച്ചറെ, ഇത്രയും ദൂരം ഓടി സ്റ്റേഷനിൽ വന്ന ബസ്സല്ലേ? ഇനി അത് തിരിച്ചു പോകാൻ സമയമെടുക്കും. ടീച്ചറുടെ കുട്ടികളവിടെ കാത്തു നിൽക്കുകയല്ലേ? എന്റെ ജീപ്പ് പുറത്തുണ്ട്. ടൂർണമെന്റ് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് ഞാൻ കൊണ്ടാക്കാം. ആകാശിന്റെ ആ ഓഫർ കേട്ട് കമലയൊന്ന് ഞെട്ടി. ഇത്ര നേരം പുലി പോലെ പെരുമാറിയ SI പെട്ടെന്ന് ഇത്ര മാന്യനായത് അവൾക്ക് വിശ്വസിക്കാനായില്ല. വേണ്ട സർ, ഞാൻ പോയിക്കോളാം. സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് പോകാൻ ബസ്സുണ്ട്. അവൾ വിസമ്മതിച്ചു. എന്നാ പിന്നെ ഞാൻ ടീച്ചർ സ്കൂളിലാക്കാം. അവൻ തുടർന്നു. അത് വേണ്ട, ഞാൻ പോയിക്കോളാം. ഇതെന്റെ ഓർഡറാണ് കമല. ടീച്ചർ ഇവിടുന്ന് ഓടി പിടിച്ച് എങ്ങനെ സ്കൂളിലെത്തിയാലും സമയം വൈകും. അങ്ങനെ കുട്ടികളുടെ ടൂർണമെന്റ് വൈകും. അത് ടീച്ചറിന്റെ വാശികാരാണെന്ന് ഞാൻ പറയും. ടീച്ചറെ ഞാൻ പിടിച്ച് അകത്തിടും. അതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ജീപ്പ് കയറിക്കോ. ഒരു കള്ളച്ചിരിയോടെ ആകാശം തന്റെ തൊപ്പിയുടെ തലയിൽ വെച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഇയാൾ ഇത് എന്തൊക്കെയാ പറയുന്നതെന്നായിരുന്നു അവൾ ചിന്തിച്ചത്.
പിന്നെ സമയം പോയതുകൊണ്ട് മറുത്തൊന്നും പറയാതെ ഉള്ളിൽ പതിഞ്ഞു പൊങ്ങിയ ദേഷ്യവും ഒപ്പം വല്ലാത്തൊരു പരിഭ്രമം അടക്കി കമല അവന് പിന്നാലെ നടന്നു. പോലീസ് ജീപ്പിന്റെ മുൻസീറ്റിൽ ആ ഗൗരവക്കാരനെ എസ് ഇരിക്കുമ്പോൾ അവൾ പിന്നിൽ കയറാൻ തുടങ്ങി. എന്റെ ടീച്ചറെ നിങ്ങൾ കള്ളിയോ പിടിച്ചുപറിക്കാരിയാണോ? അലയിൽ വന്ന് മുന്നിലിരിക്കുക. അവന്റെ ശബ്ദം വീണ്ടും മുഴങ്ങുമ്പോൾ പിറുവിറുത്തുകൊണ്ട് അവൾ തിരിഞ്ഞു വന്ന് മുന്നിൽ കയറി. ആകാശ് അവൾ നോക്കിയൊന്ന് ചിരിച്ച ശേഷം മുന്നോട്ടെടുത്തു. ജീപ്പ് സ്റ്റേഷൻ കടന്ന് റോഡിലേക്ക് പ്രവേശിച്ചു. കാറ്റിൽ കമലയുടെ മുടിയിഴകൾ പാറിപ്പറന്നു. കണ്ണാടിയിലൂടെ ഇടയ്ക്കിടെ ആകാശ് അവളെ നോക്കുന്നുണ്ടായിരുന്നു. ടീച്ചറെ, കളി ജയിക്കുന്ന ഉറപ്പുണ്ടോ? ഇടയ്ക്ക് നിശബ്ദത ഭേദിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. കമല അവനെ നോക്കിയെന്ന് അമർത്തി മൂളി. അവനവൾ സ്കൂളിൽ ഇറക്കുമ്പോൾ സ്കൂൾ വരാന്തയിൽ കുട്ടികൾ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. താങ്ക്സ്. മുന്നോട്ട് നടക്കും മുന്നേ മുഖം വീർപ്പിച്ച് അതും പറഞ്ഞവൾ പോകുമ്പോൾ അവൾ നോക്കി മീശയിലൊന്ന് തടവി ചിരിച്ചു അവനും. ടൂർണമെന്റിന് കൃത്യസമയത്ത് എത്തിയെങ്കിലും അവർക്ക് സെക്കൻഡ് പ്രൈസ് ആയിരുന്നു കിട്ടി. അതിന് നിരാശയും രാവിലെ എസ്സിയോട് തോന്നിയ ദേഷ്യമെല്ലാം കടിച്ചമർത്തിയാണ് അവളൊന്ന് സ്കൂളിൽ നിന്ന് ഇറങ്ങിയത്. കമൽ സ്കൂൾ ഗേറ്റ് കിടന്ന ഇടവഴിയിലൂടെ നടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ആ ഫുട്ബോൾ ഫൈനലിലെ അവസാന നിമിഷങ്ങളായിരുന്നു. ആ ഒരു ഗോൾ കൂടി അടിച്ചിരുന്നെങ്കിൽ. തോൽവി സമ്മതിക്കാനുള്ള മടി അവളെ നിരാശയാക്കി. അവളുടെ മനസ്സിൽ ആ രണ്ടാം സ്ഥാനം ഒരു കരടായി കിടന്നു. അതിനിടയിലാണ് രാവിലെ ആ എസ്സിയുടെ കൂടെയുള്ള യാത്രയും. അയാൾ ഒരുത്തം കാരണം ഇതെല്ലാം സംഭവിച്ചു. അങ്ങാടിയിൽ തോറ്റയിന് അമ്മയോട് എന്ന പോലെ അവൾ അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. നീണ്ടു നിവർന്ന ആ പാതയ്ക്ക് ദൂരെ നിന്ന് തന്നെ കമല തന്റെ വീട് കണ്ടു. മനോഹരമായി വെട്ടിത്തെളിച്ച മുറ്റവും വശങ്ങളിൽ പൂത്തെളിക്കുന്ന ചെടികളും പഴയ തനിമ നിലനിർത്തിക്കൊണ്ട് ഓടുപാകിയ ഒരു കൊച്ചു വീട്. എന്നാൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. തന്റെ അച്ഛൻ ഏക സമ്പാദ്യമാണ് ആ വീടും പുരയിടവും. സമ്പാദിക്കാനാണെങ്കിൽ ഒരുപാട് സമ്പാദിക്കാമായിരുന്നു അച്ഛന്. പക്ഷെ ആരെങ്കിലും മുന്നിൽ വന്ന് കരഞ്ഞാൽ കയ്യിലുള്ളത് അവർക്ക് കൊടുക്കും. അതായിരുന്നു രീതി. KSRTC ഡ്രൈവറായിരുന്നു അച്ഛൻ. അറ്റാക്കായിരുന്നു. ഹോസ്പിറ്റലെത്തും മുന്നേ മരിച്ചു. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ ഭാരതിയും താനും തങ്ങൾക്ക് പരസ്പരം താങ്ങായി ആ വീട്ടിലാണ് താമസം. വീടിന്റെ ഒരു വശം സൗകര്യപൂർവ്വം തിരിച്ചിട്ടുണ്ട്. അത് വാടക കൊടുക്കാന്ന് കരുതി വൃത്തിയാക്കി ഇട്ടിരിക്കുകയായിരുന്നു അവർ. മുറ്റത്ത് കയറിയപ്പോഴേ കണ്ടു ഉമ്മറത്തെ ചാരികസേരയിൽ നിന്നെന്തോ ഗൗരവത്തിൽ ആലോചിക്കുന്ന ഭാരതിയമ്മയെ. കമല വരുന്ന ശബ്ദം കേട്ടതും അവർ തല ഉയർത്തി നോക്കി. എന്താണ് ടീച്ചറെ, മുഖം ഒരു വകയാണല്ലോ, കളി ജയിച്ചില്ലേ? ഭാരതിയമ്മ ചോദിച്ചു. കമല തോളിലെ ബാഗ് ആഞ്ഞൂരി ടീപ്പോയിലിട്ടു. ജയിച്ചു, പക്ഷെ ഒന്നാമതെത്താൻ പറ്റിയില്ല. സെക്കൻഡ് പ്രൈസ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. എല്ലാ രാഹുലും കാരണം അവൻ കിട്ടിയ പെനാൽറ്റി മിസ്സാക്കിയിരുന്നില്ലെങ്കിൽ. അവൾ മുഴുമിക്കാൻ നിർത്തി. സാരമില്ലടാ, അടുത്ത തവണ നോക്കാം. നീ പോയി മുഖം കഴുകുക, ഞാൻ ചായ എടുക്കാം. അവർ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ചായ കുടിക്കാൻ എനിക്കൊരു മൂടില്ല അമ്മേ. രാവിലെ തന്നെ തുടങ്ങിയ കഷ്ടകാല. രാവിലെ ഒരു മാല മോഷണം പോയെന്ന് പറഞ്ഞ് പോലീസ് ബസ്സും അതിലുണ്ടായിരുന്നവരെ സ്റ്റേഷനിൽ പിടിച്ചു വെച്ചു. അവിടുന്ന് എസ്സിയോട് വഴക്കൂട്ടു. അവസാനം അങ്ങേര് വന്നതിന് സ്കൂൾ കൊണ്ടാക്കിയോണ്ട് സമയം തെറ്റാണെങ്കിൽ അവിടെ എത്തി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ കാലന്റെ ഗമയും ഞാൻ കാണേണ്ടി വന്നു. കണ്ടാ തോന്നും ഈ നാട് മുഴുവൻ അയാളുടെ കയ്യിലാണെന്ന്. അവൾ പിറുവിറുത്തു. കമലയുടെ ആത്മഹത്യം കേട്ട് ഭാരതീയമ്മയ്ക്ക് ചിരി വന്നു. ഓ, അപ്പൊ പോലീസുകാരായിട്ടാണോ ഇന്നത്തെ തല്ല്? ആ, എന്തായാലും അവര് നിന്നെ തിരിച്ചു തല്ലിയില്ലല്ലോ, അത് ഭാഗ്യം. അമ്മയുടെ ആത്മഹത്യം കേട്ട് അവൾക്ക് ദേഷ്യം വന്നു. അമ്മ ഒന്ന് പോയി. അവൾ മുഖം വീർപ്പിച്ച് അകത്തേക്ക് നടന്നു. രാത്രി അത്താഴം കഴിക്കാതിരുന്നപ്പോൾ കമലയുടെ ദേഷ്യം അല്പം തണുത്തിരുന്നു. ഭാരതീയമ്മ സാവധാനം വിഷയം അവതരിപ്പിച്ചു. ഇന്ന് വൈകുന്നേരം പരമശിവൻ വന്നിരുന്നു. കമല ചോറുണ്ട് നിർത്തി അമ്മയെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം ഭാരതിക്ക് മനസ്സിലായി. നീ ഇങ്ങനെ കണ്ണുരുട്ടൊന്നും വേണ്ട. നിന്റെ ജാതകത്തിൽ ആ ചൊവ്വാദോഷം മാറ്റാൻ ഇനി എന്താ ചെയ്യാന്ന് അയാൾക്കും നിശ്ചയമില്ല. നല്ല ആലോചനകൾ വരുന്നുണ്ട്, പക്ഷേ ജാതകം ചേരുന്നില്ല. അത് ഞാൻ നിന്നോട് പറയുമ്പോൾ നിനക്ക് ദേഷ്യം വരും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആ, അതാ നല്ല. എനിക്കിപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ധൃതിയുമില്ല, കമല കടുപ്പത്തിൽ പറഞ്ഞു. മകളുടെ ദേഷ്യം മാറ്റാൻ അമ്മ പെട്ടെന്ന് വിഷയം മാറ്റി. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ വാടക വീടിൻ്റെ കാര്യം പരമശിവൻ വഴി ശരിയായിട്ടുണ്ട്. നാളെ ഒരാൾ വരും. ഒരാൾ മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞ്. മാന്യനാണെന്നാ പരമശിവൻ പറഞ്ഞ്. അഡ്വാൻസ് നാളെ തരാന്ന് ഏറ്റിട്ടുണ്ട്. കമലൊന്ന് ആലോചിച്ചു. ആരാമ്മേ, എവിടെ ജോലി ചെയ്യുന്ന ആളാണ്? ജോലിയെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞില്ല. ഗവൺമെൻറ് ഓഫീസറാണെന്നോ മറ്റാണോ സൂചിപ്പിച്ച്. എന്തായാലും നാളെ വരുമ്പോൾ നമുക്ക് നേരിട്ട് കാണാമല്ലോ. നോക്കാം. അനാവശ്യമായിട്ട് നമ്മുടെ കാര്യത്തിൽ ഇടപെടാത്ത ഒരാളായി മതിയായിരുന്നു. അവൾ കൈ കഴുകി എഴുന്നേറ്റു. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും കമലയുടെ മനസ്സിലായ എസ്ഐയുടെ മുഖം മിന്നി പറഞ്ഞു. അയാളുടെ ആ ചോദ്യം, കളി ജയിക്കുന്ന ഉറപ്പുണ്ടോ? അവളുടെ കാതിലത് മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൾക്ക് ദേഷ്യം വന്നു. പിറ്റേന്ന് രാവിലെ കമല സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് മുറ്റത്തൊരു വണ്ടി വന്നിരിക്കുന്ന ശബ്ദം കേട്ടത്. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഒരു സ്വിഫ്റ്റ് കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നു. കയ്യിലൊരു വലിയ ട്രാവൽ ബാഗ്. അമ്മ ഉമ്മറത്തേക്ക് ഇറങ്ങിച്ചെന്നു. കമലയും കൗതുകത്തോടെ വാതിലിന് പിന്നിൽ നിന്നു. കാറിൽ നിന്നിറങ്ങിയ ആള് കണ്ണാടി മാറ്റി ചിരിച്ചുകൊണ്ട് അമ്മയോട് സംസാരിക്കുന്ന കണ്ടപ്പോൾ കമലയുടെ ശ്വാസമൊന്ന് നിലച്ചു. എസ്.ഐ. ആകാശമേനോൻ. വാതിൽ നിന്ന് മാറി ഓടിപ്പോയി ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ കമലയുടെ കയ്യിലിരുന്ന വെള്ളക്കുപ്പിയൊന്ന് വിറച്ചു.
6 അടി പൊക്കത്തിൽ കാക്കി യൂണിഫോം ഇല്ലാതെ കറുത്ത ഷർട്ടും ജീൻസും ധരിച്ച് കണ്ണാടിയും വെച്ച് മുറ്റത്ത് നിൽക്കുന്ന സാക്ഷാൽ ആകാശമേനോൻ. അമ്മേ ഇത് തനിയെ നിന്ന് അവൾ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോഴേക്കും ഭാരതിയമ്മ ചിരിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് ക്ഷണിച്ചു. വരൂ, പരമശിവൻ പറഞ്ഞിരുന്നു കേട്ടോ, അകത്തേക്ക് ഇരിക്കൂ. ആകാശ് ബാഗ് താഴെ വെച്ച് ചുറ്റും നോക്കി. നല്ല വീടാണല്ലോ അമ്മേ, ശാന്തമായിട്ടുള്ള ഒരു ഇടം വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സ്റ്റേഷനിലെ ബാള കഴിഞ്ഞ് വരുമ്പോൾ അവൻ പറഞ്ഞു മുഴുമിക്ക് മുമ്പേ അകത്ത് മുറിയിൽ നിന്നൊരു ഇടിമിന്നൽ പോലെ കമല പുറത്തേക്ക് വന്നു. വാതിലിന്റെ സൈഡിൽ കൈകുത്തിന്ന് അവൾ അവനെ തുറിച്ചു നോക്കുമ്പോൾ അവനും അത്ഭുതത്തോടെ അവളെ നോക്കിപ്പോയി. ടീച്ചർ? അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു. ഇതെന്റെ വീടാ. താനത് പറയുമ്പോൾ അവന്റെ മുഖത്തെ ആ അമ്പരപ്പ് കണ്ടപ്പോൾ കമലയ്ക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നി. അവൻ അവളുടെ ഭാവം കണ്ട് ചിരി വന്നു. അവനിതൊന്നും മനസ്സിലാവാതെ നിൽക്കുന്ന ഭാരതിയമ്മയെ നോക്കി. അമ്മേ, ഇത് നിങ്ങളുടെ മകളാണോ? ഈ അഗ്നിപർവ്വതാണോ ഈ വീട്ടിലെ സമാധാനം? പെട്ടെന്നുള്ള അവന്റെ ചോദ്യത്തിന് കമല പല്ലിയടിക്കുമ്പോൾ ഭാരതിയമ്മയ്ക്ക് ചിരി വന്നു. അതെന്താ മോനെ നീ അങ്ങനെ ചോദിച്ച്? നിനക്കറിയോ കമലയെ? ഭാരതിയമ്മ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. അറിയാതിരിക്കാൻ പറ്റുമോ അമ്മേ? ഇന്നലെ എന്റെ സ്റ്റേഷനിൽ വന്ന് എന്നെ നിയമം പിടിപ്പിച്ചെന്ന ആളാ. പോലീസ് ജീപ്പിൽ ലിഫ്റ്റ് അടിച്ച കക്ഷിയാ. ആകാശ് ചിരിയടക്കി പറഞ്ഞു. ആഹാ, അപ്പൊ ആ പറഞ്ഞ എസ് ഐ ഇതാണോ? ഭാരതിയമ്മയുടെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. എന്നാ പിന്നെ ഞാൻ നിങ്ങളെ പരസ്പരം പരിചയപ്പെടുത്തണ്ടല്ലോ. ആകാശമോ നമ്മുടെ വാടക വീട്ടിൽ താമസിക്കാൻ വന്ന. എങ്കിലും അമ്മ കമലയോടൊന്നും പറഞ്ഞു. പറ്റില്ല, കമല കൈകൾ കെട്ടിന്ന് പ്രഖ്യാപിച്ചു. അമ്മ ഇതെന്താ പറയുന്നത്? ഇത് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വീടല്ലേ? ഇവിടെ അന്യപുരുഷനെ എന്ത് ധൈര്യത്തിന് പുറത്താ അമ്മ താമസിപ്പിക്കുന്നത്? അവളും അടവെടുത്തു. ആകാശ് അത് കേട്ടൊന്ന് അമർത്തി ചുമച്ചു. അവൻ തന്നെ പഴയ ഗൗരവം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. ടീച്ചർ, എനിക്ക് അമ്മയും പെങ്ങളൊക്കെ ഉള്ളതാ. കൂടാതെ ഞാനൊരു പോലീസ് ഓഫീസറാ. പിന്നെ അതൊരു ബിസിനസ് ഡീലാ. ഞാൻ അഡ്വാൻസ് കൊടുത്ത് കഴിയുകയും ചെയ്തു. അവനും ഗൗരവം വിട്ടില്ല. ഈ തവണ അവൻ കേൾക്കി അവൾ അങ്ങനെ പറഞ്ഞ് അമ്മയ്ക്കും ഇഷ്ടമായില്ല. അമ്മ അവളെ കടുപ്പിച്ചു നോക്കി. ആ നോട്ടം കണ്ടിട്ടായിരിക്കണം അവൾ പിന്നെയൊന്നും പറയാതെ അകത്തേക്ക് നടന്നു പോയത്. സോറി മോനെ, അവൾ അങ്ങനെയാ. മോനതൊന്നും കാര്യാക്കണ്ട. ഇന്നലെ സ്കൂളിൽ നിന്ന് ഏതോ ടൂർണമെന്റിന് പോയി ഗ്രൗണ്ടിൽ തോറ്റതിന്റെ കലിപ്പില പാവം. അതിന്റെ മനസ്സിലൊന്നുമില്ല. അമ്മ അവനോട് പറയുന്ന അവൾ അകത്തുനിന്ന് കേട്ടിരുന്നു. അവൾ അമ്മയെ നോക്കി പല്ലു അടിച്ചു. മോന് വീടൊക്കെ ഇഷ്ടമായോ? അമ്മ ചോദിച്ചു. ആ, ഇഷ്ടമായി, അവൻ ചിരിയോടെ പറഞ്ഞു. എന്നാ പിന്നെ മോൻ വാ. അമ്മ അവനെ ആദരപൂർവ്വം സ്വീകരിക്കുമ്പോൾ കമല ചാടിത്തുള്ളി സ്കൂളിലേക്ക് ഇറങ്ങിയിരുന്നു. സ്കൂളിലെ സ്റ്റാഫ് റൂമിലിരിക്കുമ്പോഴും കമലയുടെ ശ്രദ്ധ മുന്നിലെ ഫയലുകളിലായിരുന്നില്ല. അവളുടെ മനസ്സ് വീട്ടിലെ ആ വാടക്കാരനിലേക്ക് തന്നെ പാഞ്ഞുപോയി. ഇത്രയും വലിയൊരു പോലീസുകാരനായിട്ടും ഈ ഇടവഴിയിലുള്ള ഞങ്ങളുടെ കൊച്ചു വീട് തന്നെ വാടകയ്ക്കെടുക്കാൻ ഇയാൾക്ക് എന്ത് ബുദ്ധിയാ തോന്നിയത്? ഇനി ഇന്നലെ സ്റ്റേഷനിൽ വെച്ച് ഞാൻ ബഹളുണ്ടാക്കിയതിന്റെ പകവൊക്കെ മനഃപൂർവ്വം വന്നതാണോ? അവൾ ഓരോന്നോർത്ത് പേന കൊണ്ട് ടേബിളിൽ കൊട്ടിക്കൊണ്ടിരുന്നു. സഹപ്രവർത്തകർ ടൂർണമെന്റിനെ കുറിച്ച് സംസാരിക്കാൻ വന്നപ്പോൾ പോലും അവൾക്ക് അത്ര താല്പര്യം തോന്നിയില്ല. അവളുടെ ഉള്ളിൽ ആ കാക്കിക്കാരന്റെ കള്ളച്ചിരി ഒരു ചോദ്യചിഹ്നമായി നിന്നു. വൈകുന്നേരം സ്കൂൾ വിട്ട് പതിവിലും വേഗത്തിൽ അവൾ വീട്ടിലേക്ക് നടന്നു. മുറ്റത്ത് ആ കാറ് കണ്ടില്ല. സമാധാനായി, ആപത്ത് ഒഴിഞ്ഞു പോയിട്ടാണെന്ന് തോന്നുന്നു എന്ന് കരുതി അവൾ അകത്തേക്ക് കയറി. അമ്മേ, അവൾ വിളിച്ചു. ഭാരതിയമ്മ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നു. അവളുടെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചമുണ്ട്. എങ്കിലും രാവിലെ താൻ ആ പറഞ്ഞതിൻ്റെയൊക്കെ ചെറിയ ദേഷ്യവും ഉണ്ടായിരുന്നു. ആ, വന്നോ ടീച്ചർ? മുഖമൽപ്പം കറുപ്പിച്ച് അവർ ചോദിക്കുമ്പോൾ അതൊന്നും അവൾ അത്ര കാര്യമാക്കിയില്ല. എന്തേ, ഞാൻ വരണ്ടായിരുന്നോ? അവളും വിട്ടുകൊടുത്തില്ല. എന്റെ പൊന്നു ടീച്ചറെ, ഞാൻ തോറ്റു. നീ പോയി മുഖം കഴുകുക, ഞാൻ ചായ എടുക്കാം. അവർ പറഞ്ഞുകൊണ്ട് തന്നെ ജോലികൾ തുടരുമ്പോൾ ചുണ്ടും കോട്ടി അവൾ അകത്തേക്ക് നടന്നു. ഡ്രസ്സ് മാറി ചുരിദാറും ഇട്ട് അവൾ തിരിച്ചു വരുമ്പോൾ അമ്മ ഡൈനിങ് ടേബിളിൽ ചായയിൽ ലഡുവും കൊണ്ട് വെച്ചിരുന്നു. അവൾ വേഗം വന്നിരുന്ന് അതിലൊരു ലഡു എടുത്ത് കടിച്ചുകൊണ്ട് ചോദിച്ചു. ഇതുകൊള്ളാലോ, അമ്മ ഇന്ന് പുറത്തു പോയോ? ഏയ്, ഞാൻ പോയില്ല. ആകാശമോനൊരു പാക്കറ്റ് മധുരം എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നതാ. പാവം പയ്യനാ, നല്ല വായനയും ബുദ്ധിയും വിനയും ഒക്കെയുള്ള പയ്യനാ. കമലയുടെ അമ്മ സ്നേഹത്തോടെ പറയുമ്പോൾ കമലയുടെ മുഖം ചുളിഞ്ഞു. ഓ, അപ്പൊ അങ്ങേര് പോയില്ലേ? മുറ്റത്ത് കാറ് കാണാവുന്നപ്പോ ഞാൻ കരുതി വീട് മാറി പോയിന്ന്. ഒരു മധുരം തന്ന അമ്മയാവും ചാക്കിലാക്കിയോ? കമല അല്പം കലിപ്പോട് പറയുമ്പോൾ അമ്മ അവളെ ഒന്ന് ഇരുത്തി നോക്കി ചായ ഊതി കുടിച്ചു. ഈ അമ്മയോട് എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കുമെന്നുള്ള ഭാവത്തിൽ അവൾ അമ്മയ്ക്ക് അടുത്തേക്ക് നീങ്ങി. എന്റെ അമ്മേ, ഈ പോലീസുകാരുടെ വിനയൊക്കെ വെറും അഭിനയ അമ്മേ. അവർ വിശ്വസിക്കാൻ കൊള്ളില്ല. അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും അയാളുടെ കള്ളലക്ഷണം. കമല കാര്യമായ രീതിയിൽ അമ്മയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കിയെങ്കിലും അമ്മയ്ക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും വന്നില്ല. മോളെ, നിനക്ക് അതൊക്കെ വെറുതെ തോന്നുന്നതാ. ഭാരതി അമ്മ അവനെ ന്യായീകരിക്കുന്നത് കമലയ്ക്ക് വീണ്ടും ദേഷ്യമായി. അവര് വീണ്ടും അവനെ ന്യായീകരിക്കാൻ തുടങ്ങിയപ്പോൾ അത് കേൾക്കാൻ വയ്യാതെ അവൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി. അമ്മ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ അടുത്തേക്ക് പോയ തക്കത്തിന് കമല ആകാശിന്റെ വാടക വീടിന് ഭാഗത്തേക്ക് ചെന്നു. അവൾ നോക്കുമ്പോൾ വാതിലിൽ ചാരിയിട്ടേയുള്ളൂ. ഇയാൾക്ക് എന്ത് വൃത്തിയാവുള്ളതെന്ന് നോക്കണല്ലോ. അവൾ സാവധാനം വാതിൽ തള്ളി അകത്തേക്ക് കയറി. പക്ഷെ അകത്തെല്ലാം അടുക്കും ചിട്ടയോടും കൂടി വെച്ചിരിക്കുന്നു. മേശപ്പുറത്ത് കുറച്ച് പുസ്തകങ്ങളുമുണ്ട്.
അവൻ അതിനടുത്തിരുന്ന കസേരയിലേക്ക് ഇരുന്ന് അത് ഓരോന്നായി മറിച്ചു നോക്കുമ്പോഴാണ് മുറിയിലാകെ അവന്റെ പെർഫ്യൂമിന്റെ നേർത്ത ഗന്ധം പടർന്നു തുടങ്ങിയത് അവൾ അറിഞ്ഞത്. പെട്ടെന്ന് അവൾ ഞെട്ടി മുഖമുയർത്തിയതും ആരോ വാതിൽ നിൽക്കുന്നവൾ കണ്ടു. ഈശ്വര, വന്നോ കാലൻ? കമലയുടെ ശബ്ദമിടറി. വിറച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. വാതിൽക്കൽ യൂണിഫോമിൽ തന്നെ നിൽക്കുന്ന അവനെയും നോക്കി. അവന്റെ തോളിലെ സ്റ്റാറുകൾ വൈകുന്നേരത്തെ വെളിച്ചത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. കൈകൾ നെഞ്ചിൽ കെട്ടി ഒരു പുരികമുയർത്തി അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. സർ, അത് ഞാൻ... കമല വിക്കി. അവളുടെ ഹൃദയം പടപടാ മിടിച്ചു. എന്താ ടീച്ചറെ, വാടക്കാരനും വല്ല കള്ളപ്പണം കൊണ്ടൊന്ന് റെയ്ഡ് ചെയ്യാൻ വന്നാണോ? അതോ എന്നെ കാണാതെ വയ്യെന്ന് തോന്നിയോ? അവന്റെ ചുണ്ടിൽ കുസൃതിയായിരുന്നു. അയ്യേ, അതൊന്നുമില്ല. അമ്മ പറഞ്ഞിവിടെ വൃത്തിയില്ലെന്ന്, ഒന്ന് നോക്കാമെന്നാ. അവൾ കള്ളം പറഞ്ഞ് ഒപ്പിക്കാൻ ശ്രമിച്ചു. വൃത്തിയൊക്കെ ഉണ്ടോയെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാം. പക്ഷെ അതിനു മുമ്പേ... അവനെ നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇന്നലെ സ്റ്റേഷനിൽ വന്ന് അത്രയും ഗർജിച്ച ആ സിംഹം ഇന്ന് ഇത്രയ്ക്ക് പേടിക്കുന്ന എന്തിനാണെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. അവന്റെ അടക്കിയുള്ള ചോദ്യത്തിന് അവൾ അവനെ തുറിച്ചു നോക്കി. പേടിക്കണ ടീച്ചറെ, ഞാനിവിടെ ഒരു സാധാരണ വാടക്കാരൻ മാത്രമാണ്. പക്ഷെ ടീച്ചർ എനിക്ക് നന്നായി ബോധിച്ചു. അതുകൊണ്ട് മാത്രം ഈ വീട് വിട്ട് ഞാൻ പോവില്ല. കമലയ്ക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. അവന്റെ നോട്ടത്തിൽ വല്ലാത്തൊരു തീവ്രതയുണ്ടായിരുന്നു. അവൾ അവനെ തള്ളിമാറ്റി പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. കാല് തട്ടി അവന്റെ ബുക്കുകളിരുന്ന മേശ മറിഞ്ഞു. പെട്ടെന്ന് അവൾ നിന്നു. സോറി. അവളെ തിരിച്ചു വെക്കാൻ തുടങ്ങും മുമ്പ് ഒരു ചിരിയോടെ അവൻ അവളെ തടഞ്ഞു. വേണ്ട ടീച്ചറെ, ടീച്ചർ എനിക്ക് വീടും വാടക എന്നിട്ട് പിന്നെയും കഷ്ടപ്പെടണ്ട. ഇത് ഞാൻ എടുത്തു വെച്ചോളാം. മേശ ഉയർത്തി വെച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ അവൾ എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു. അപ്പോൾ തന്നെ അവൻ അതൊക്കെ പെറുക്കി മേശമേൽ വെച്ചിരുന്നു. അപ്പോഴേക്ക് അമ്മ മടങ്ങി വന്നിരുന്നു. അയ്യോ അമ്മ! അമ്മയെ കണ്ടത് അവൾ ധൃതിപ്പെട്ട് പുറത്തേക്ക് ഓടി നോക്കിയെന്ന് അവൻ ചിരിക്കുന്ന അവളും കണ്ടിരുന്നു. അന്ന് രാത്രി എന്തുകൊണ്ടോ ഉറക്കം അവളെ കടാക്ഷിച്ചില്ല. കണ്ണടക്കുമ്പോൾ അവന്റെ മുഖം മുന്നിൽ തെളിയുന്നു. ഇതിപ്പോ ദേഷ്യമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നൊന്നും അറിയില്ല. എന്തൊക്കെയോ ആലോചിച്ച് തിരിഞ്ഞു മറിഞ്ഞെന്ന് അവൾ കിടന്നു. എന്തായാലും അമ്മ പോലും താൻ പറയുന്ന കേൾക്കില്ല. അതുകൊണ്ട് ഇനി അവന് മുമ്പിലേക്ക് പോയി പുതിയ വഴക്കുണ്ടാക്കാതെ ഒഴിഞ്ഞു മാറണം. ആ രാത്രി അവൾ പ്രതിജ്ഞ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ കമല പതിവിൽ നേരത്തെ എഴുന്നേറ്റു. ആകാശമായുള്ള എല്ലാ സമാഗമങ്ങളും ഒഴിവാക്കാനുള്ള പ്ലാൻ കാരണം വേഗം റെഡിയായി. അമ്മ ഉണ്ടാക്കിയ പുട്ടും പയറും ധൃതിൽ കുത്തിക്കയറ്റി ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വരാന്തയിൽ പത്രം വായിച്ചുകൊണ്ടിരുന്ന ആകാശ് തല ഉയർത്തി നോക്കിയത്. ടീച്ചറെ, ഇന്നെന്താ ഇത്ര നേരത്തെ? ഇന്നുപോലെ അത്ലറ്റിക് മീറ്റും ഉണ്ടോ? അവൻ പത്രം മടക്കി വെച്ച് ചോദിക്കുമ്പോൾ ഈ കാലിന് വേറെ ജോലിയൊന്നുമില്ലേ എന്ന് അവൾ പിറുപിറുത്തുവെങ്കിലും അവനെ മൈൻഡ് ചെയ്യാതെ കമല നടന്നു. നീ ചോറെടുത്തോ? പെട്ടെന്ന് അമ്മയായിരുന്നു പുറകെ വന്ന്. കയ്യിൽ താൻ മറന്നു വെച്ച ചോറ്റുപാത്രവുമുണ്ട്. അമ്മ അത് തന്നെ ഏൽപ്പിക്കുമ്പോൾ അവൻ നടന്ന് തങ്ങൾക്കടുത്തെത്തി. ഇന്നെന്താ ടീച്ചർ നേരത്തെ? അമ്മകൾക്ക് വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുമ്പോൾ അവൾ അമ്മ നിൽക്കുന്നുണ്ട് പറഞ്ഞു. കുറച്ചുകൂടെ കഴിഞ്ഞ ബസ് ഇട്ടാൻ ബുദ്ധിമുട്ടാ, അതുകൊണ്ട് നേരത്തെ ഇറങ്ങുക. അതിനവനൊന്ന് മൂളിക്കൊണ്ട് അമ്മയെ നോക്കി. ഇതൊക്കെ എന്നും ഇങ്ങനെയാ മോനെ, ഇത്തിരി താമസിച്ചാ ബസ് പോവും, അല്ലെങ്കിൽ ബസ്സിന് പുറകെയുള്ള ഓട്ടം. ഓടി ഓടി പകുതിയായി എൻ്റെ കുഞ്ഞ്. ഭാരതിയമ്മ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ആകാശ് അവളെ നോക്കി. എന്നാ പിന്നെ ഇനി അങ്ങോട്ട് ബസ്സിൽ പോകണ്ട, ഞാനും ആ വഴിക്കല്ലേ, ഞാൻ ടീച്ചറെ സ്കൂളിൽ വിട്ടേക്കാം. പെട്ടെന്ന് കയറി ആകാശ് പറഞ്ഞ കമല ഞെട്ടി അവനെ നോക്കി. വേണ്ട, എനിക്ക് ബസ്സിന് പോകാനാണ് ഇഷ്ടം, ഞാൻ ആരുടെയും കൂടെ വരുന്നില്ല. കമല ഗൗരവത്തിൽ പറഞ്ഞിരുത്തുമ്പോൾ ആകാശ് ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. ടീച്ചറെ ഇന്നലെ ഞാൻ പറഞ്ഞു മറന്നോ, ഇതെന്റെ ഓർഡറാണെന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ തന്നെ വഴിയിൽ കമല ടീച്ചർ ബസ് കാത്ത് നിൽക്കുന്നുണ്ടാ, ഈ നാട്ടുകാർ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഒരു പോലീസ് ഓഫീസർ അടുത്ത് താമസിക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് മോശമല്ലേ? അല്ലേ അമ്മേ? എനിക്കൊരു മോശമില്ല, ഞാൻ പോകുന്നു. കമല മുന്നോട്ട് കടന്നു. കമലേ, പറയുന്ന കേൾക്ക്. അതാകുമ്പോൾ എനിക്ക് രാവിലെ ഒരുങ്ങിക്കെട്ടി ബസ്സിന് പുറകെ ഓടണ്ടല്ലോ. ഭാരതീയമ്മയെ ഒപ്പം ചേർന്നോടെ കമല പെട്ടു. അമ്മയുടെ വാക്കിനെ എതിർക്കാൻ കഴിയാതെ അവൾ അമ്മയെ നോക്കി കണ്ണുരുട്ടി. അവൾ പിറുപിറുത്തുകൊണ്ട് വരാന്തയിലേക്ക് തിരിഞ്ഞടന്നു. അരമണിക്കൂർ കൊണ്ട് ആകാശ് റെഡിയായി ഇറങ്ങിയിരുന്നു. ജീപ്പിന്റെ മുൻ സീറ്റ് അവൾക്കായി അവൻ കാണിച്ചു കൊടുത്തു. അവൾ മുഖവും വീർപ്പിച്ച് അവിടെ കയറി. ആകാശ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരു വിജയച്ചിരി ഇരിച്ചു. ജീപ്പ് മുന്നോട്ടെടുത്തു. ടീച്ചറെ, ഇന്നലെ എന്റെ മുറിയിൽ എന്തിനാണ് വന്നതെന്ന് സത്യം പറഞ്ഞില്ലല്ലോ. ജീപ്പ് മെയിൻ റോഡിലേക്ക് കയറിയപ്പോൾ ആകാശ് കുസൃതിയോടെ ചോദിച്ചു. കമല അത് കേൾക്കാത്ത പോലെ ആദ്യം പുറത്തേക്ക് നോക്കിയിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു വൃത്തിയുണ്ടോ നോക്കിയതാണെന്ന്. അതാണോ? അതോ ഒരു പോലീസ് ഓഫീസറുടെ ലൈഫ് എങ്ങനെയാണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ആയിരുന്നോ? അവൻ കണ്ണിറുക്കി അവളെ നോക്കി. നിങ്ങൾക്കൊരു കാര്യം അറിയോ സർ, ഈ ഗമയും ഗൗരവം ഒന്നുമില്ലാതെ സംസാരിക്കുമ്പോൾ നിങ്ങൾ കാണാൻ ഒരുമാതിരിയാ. അവൾ പറഞ്ഞു മോഹിപ്പിച്ചില്ല. ഒരുമാതിരിയോ? അതെന്താ, സുന്ദരനാണെന്നാണോ അതോ? അവൻ ചിരിച്ചു. അല്ല, ഒരുമാതിരി മണ്ടനെ പോലെ ഇരിക്കും. കമല കഷ്ടപ്പെട്ട് ചിരിയടക്കി പറഞ്ഞു. ആകാശം ഉറക്കെ ചിരിച്ചു. കൊള്ളാം ടീച്ചറെ, സ്കോർ 1-1. ഫുട്ബോൾ തോറ്റന്റെ കളിപ്പൊക്കെ മാറുന്നുണ്ടല്ലോ. സ്കൂൾ ഗേറ്റിന് മുമ്പിൽ ജീപ്പ് എത്തിയപ്പോൾ കുട്ടികളും ടീച്ചർമാരെല്ലാം പോലീസ് ജീപ്പിൽ നിന്നിറങ്ങുന്ന PT ടീച്ചറെ കണ്ടിരുന്നു.
ഇതിപ്പോൾ 2ാം തവണയാണ് PT ടീച്ചർ പോലീസ് ജീപ്പിൽ വന്നിറങ്ങുന്നത്. അതിന്റെ അത്ഭുതം അവിടെ എല്ലാം മുഖത്തുണ്ട്. താങ്ക്സ് അന്ന് അവൾ പറഞ്ഞു. താങ്ക്സ് ഒന്നും വേണ്ട ടീച്ചറെ, വൈകുന്നേരം ഞാൻ വരണോ അതോ ബസ്സിന് വരുന്നുണ്ടോ? അവൻ ഉച്ചത്തിൽ ചോദിച്ചു. വേണ്ട, ഞാൻ പോയിക്കോളാം. കമല വേഗം സ്കൂളിനുള്ളിലേക്ക് നടന്നു. അവൻ പോകുന്ന അവൾ നോക്കി നിൽക്കുമ്പോൾ അവൾ ഉള്ളിൽ അറിയാതെ ചിരിക്കുന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ബസ്സിലെ തിരക്കില്ലാതെ വിയർക്കാതെ സ്കൂളിലെത്തിയ സന്തോഷം അവൾക്ക് എവിടേക്കോ ഉണ്ടായിരുന്നു. അതവൾ പുറത്ത് കാണിച്ചില്ലെങ്കിലും അവനത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആകാശം മീശ വിരിച്ചുകൊണ്ട് ജീപ്പ് തിരിക്കുമ്പോൾ കണ്ണാടിയിലൂടെ അവൾ പോകുന്നത് നോക്കി. ടീച്ചറ് കളിനി തുടങ്ങുന്നേ ഉള്ളൂ. സ്കൂൾ വരാന്തയിലൂടെ നടക്കുമ്പോൾ കമലയുടെ കാതുകളിൽ ആകാശിന്റെ ആ ചിരി മുഴങ്ങുന്നുണ്ടായിരുന്നു. സ്റ്റാഫ് റൂമിലെ കസേരയിലേക്ക് ഇരുന്നതേയുള്ളൂ. കൂടെയുള്ള ലീല ടീച്ചർ അരിയിലേക്ക് നീങ്ങിയിരുന്നു. അല്ല കമലെ, ഇന്നും ആ സ്പെഷ്യൽ സർവീസ് തന്നെയാണല്ലേ? ഇന്നലെയും കണ്ടു ആ പോലീസ് ജീപ്പ്. ആരാണ് ആ സുന്ദരനായ ഓഫീസർ? വല്ല ബന്ധുവാണോ? ലീല ടീച്ചറുടെ കണ്ണുകളിൽ പ്രത്യേക കുസൃതി ഇളങ്ങി. കമലയൊന്ന് പരിങ്ങി. ഏയ്, ബന്ധുവെന്നല്ല ടീച്ചറെ, ഞങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്ന അമ്മ നിർബന്ധിച്ചപ്പോൾ കയറിയതാ. വാടകയ്ക്കോ? ഭാഗ്യവതി. പോലീസ് സംരക്ഷണയിലാണല്ലോ ഇനി താമസം. കണ്ടിട്ട് നല്ല ഗൗരവമുള്ള ആളാണല്ലോ. ലീല ടീച്ചർ വിടാൻ ഭാവമില്ലായിരുന്നു. ഗൗരവമോ? അയാൾക്കാവുന്നില്ല ടീച്ചറെ. വെറും ഷോയ, ഒരു മണ്ടൻ. കമല അറിയാതെ പറഞ്ഞുപോയി. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൾ ആലോചിച്ച്, താനെന്തിനാണ് അയാളെ മണ്ടനെന്ന് വിളിച്ച്? സത്യത്തിൽ അയാൾ കാണിക്കുന്ന ആ കുസൃതികൾ മണ്ടത്തരമല്ല, മറിച്ച് തന്നെ തോൽപ്പിക്കാനുള്ള അവന്റെ അടവുകളാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അന്ന് ക്ലാസ് എടുക്കുമ്പോഴും ഗ്രൗണ്ടിൽ കുട്ടികളെ കളിപ്പിക്കുമ്പോഴും കമലയുടെ ശ്രദ്ധ ഇടയ്ക്കിടെ ഗേറ്റിലേക്ക് നീണ്ടു. ഇനി വൈകുന്നേരം അയാൾ വരുമോ? അവൾ സ്വയം ചോദിച്ചു. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അവൻ വരണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ ചോദ്യം അവൾ അവഗണിച്ചു. വൈകുന്നേരം 4:30 സ്കൂൾ ബെല്ലടിച്ചതും കമല വേഗം ബാഗുമെടുത്ത് പുറത്തിറങ്ങി. പതിവിലും വേഗത്തിൽ ഗേറ്റിന് പുറത്തെ ബസ് സ്റ്റോപ്പിലേക്ക് അവൾ നടന്നു. ഇന്നയാളുടെ ജീപ്പിൽ കയറിയില്ല, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വയ്യ. സ്റ്റോപ്പിൽ അത്യാവശ്യം ആളുകളുണ്ട്. സ്കൂളിലെ കുട്ടികളും നാട്ടുകാരും ബസ് കാത്ത് നിൽക്കുന്നു. കമല തോളിലെ ബാഗ് ശരിയാക്കിയിട്ട് ദൂരേക്ക് നോക്കി നിന്നു. അപ്പോഴാണ് പരിചിതമായ ഹോൺ ശബ്ദം കേട്ടത്. ഒരു വെള്ള സ്വിഫ്റ്റ് കാർ സ്റ്റോപ്പിന് തൊട്ടടുത്ത് വന്ന് നിന്നു. വിൻഡോ ഗ്ലാസ് താഴ്ന്നപ്പോൾ കണ്ടത് കൂളിംഗ് ഗ്ലാസ് വെച്ച് ചിരിച്ചു നിൽക്കുന്ന ആകാശിനെയാണ്. ഇത്തവണ അവൻ യൂണിഫോമിലല്ല, ഒരു കടുനീല ഷർട്ടാണ് വേഷം. ടീച്ചറ് കയറിക്കോ, ബസ് വരെ ഇനിയും സമയമെടുക്കും, ആകാശ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്റ്റോപ്പിലുള്ളവരെല്ലാവരും കമലയും ആകാശിനെയും മാറി മാറി നോക്കാൻ തുടങ്ങി. കുട്ടികൾ തമ്മിൽ തമ്മിൽ നോക്കി ചിരിക്കുന്നു. കമലയ്ക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്നായി. വേണ്ട സർ, ഞാൻ ബസ്സിന് വന്നോളാം, അവൾ പതുക്കെ പറഞ്ഞു. ആകാശ് കാറിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു. എന്റെ കമല ടീച്ചറെ വെയിലത്തിങ്ങനെ നിന്ന് കറുക്കണം. ഞാൻ വഴി കണ്ടിട്ട് പോയ അമ്മേനെ വഴക്കുറയില്ലേ? മര്യാദക്കായിരിക്കെ. ആ കാറിന്റെ ഡോറ് തുറന്ന് പിടിച്ചു. സ്റ്റോപ്പിലുള്ളവരുടെ നോട്ടം സഹിക്കാൻ വയ്യാതെ മുഖം കുനിച്ച് കമല കാറിനുള്ളിലേക്ക് കയറിയിരുന്നു. ആകാശ് തിരികെ കയറി വണ്ടി മുന്നോട്ടെടുത്തു. നിങ്ങളിത് എന്തിനുള്ള പുറപ്പാടാ? അവിടെ എല്ലാവരും നോക്കുന്നുണ്ടില്ലേ? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. ആ നോക്കട്ടെ ടീച്ചറെ, ഒരു സുന്ദരി പെണ്ണ് ഒരു സുമുഖനായ പോലീസ് ഓഫീസറും കാറിൽ പോകുന്നത് കാണുന്നതിന് ഒരു ചന്തമല്ലേ? അവൻ മീശ വിരിച്ചുകൊണ്ട് പറഞ്ഞു. സുമുഖനോ? കണ്ണാടിയിൽ നോക്കാറില്ലേ സാറ്? കമല പരിഹസിച്ചു. നോക്കാറുണ്ട്, അതുകൊണ്ടൊരു ടീച്ചർ എന്റെ മുറിയിൽ വന്നിട്ട് എന്നെ നോക്കി നിന്ന്. അവൻ കണ്ണിറുക്കി ചിരിച്ചു. കമല മറുപടിയൊന്നും പറഞ്ഞില്ല. കാറിനുള്ളിലെ ആ തണുപ്പും അവന്റെ പെർഫ്യൂമിന്റെ മണവും പുറത്ത് പാഞ്ഞു പോകുന്ന കാഴ്ചകളും അവളുടെ മനസ്സിനെ എവിടെയോ തഴുകുന്നുണ്ടായിരുന്നു. അവൾ അറിയാതെ അവനെ നോക്കി. സ്റ്റിയറിംഗിൽ പിടിച്ച് ഗൗരവത്തോടെ വണ്ടി ഓടിക്കുമ്പോൾ അവന്റെ ആ തോളുകളും കൈകളും അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി. ടീച്ചർ എന്തിനാ എന്നെ ഇത്ര പേടിക്കുന്നത്? ഞാൻ കള്ളനൊന്നുമല്ലല്ലോ, പോലീസല്ലേ? ആകാശ് ശാന്തനായി ചോദിച്ചു. എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ ഒട്ടും ഇഷ്ടമല്ല, അവൾ മുഖം കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇഷ്ടപ്പെടും, പക്ഷെ പെട്ടെന്നല്ല, സാവധാനം. ഞങ്ങൾ പോലീസുകാർക്ക് കേസ് തെളിയിക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. ഈ കേസും ഞാൻ തെളിയിക്കും. അവൻ വണ്ടി വീടിന്റെ മുറ്റത്തേക്ക് തിരിച്ചു. മുറ്റത്ത് വണ്ടി എത്തിയപ്പോൾ ഭാരതിയമ്മ ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. ആഹാ, രണ്ടാളും ഒരുമിച്ചാണല്ലോ, അതേതായാലും നന്നായി. ആകാശ് കാറിൽ നിന്നിറങ്ങി അമ്മയുടെ അടുത്തേക്ക് നടന്നു. അമ്മേ, ഇന്ന് വൈകുന്നേരം നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാലോ? ഞാൻ ട്രീറ്റ് തരാം. അയ്യോ വേണ്ട മോനെ, ഞാൻ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഹാ, എന്നാ പിന്നെ ആ കപ്പയിൽ കുറച്ച് കാന്താരിമുളക് ഉടച്ചു വെച്ചോളൂ. ടീച്ചറുടെ ദേഷ്യം മാറാതെ നല്ലതാ. അവൻ കമലയെ നോക്കി കളിയാക്കി പറയുമ്പോൾ അവൾ പല്ലും കടിച്ച് അകത്തേക്ക് നടന്നു. എന്നാൽ ആ സമയം അവളുടെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അകത്തെ മുറിയിലെ കണ്ണാടിക്കൊമ്പിൽ നിന്ന് അവൾ സ്വന്തം മുഖം നോക്കി. തന്റെ കവിളുകൾ അല്പം ചുവന്നിട്ടുണ്ടോ? ഇനി ചൊവ്വാദോഷമുള്ളതുകൊണ്ടാണോ ഈ പോലീസുകാരിങ്ങനെ എന്റെ പുറകെ നടക്കുന്നത്? അവൾ സ്വയം കളിയാക്കി ചോദിച്ചു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആകാശ് മുറ്റത്തെ പൂച്ചെടിയുടെ അടുത്ത് അമ്മയോട് സംസാരിക്കുന്നുണ്ട്. വൈകുന്നേരത്തെ ആ മഞ്ഞവെയിലിൽ അവൻ കൂടുതൽ തിളങ്ങുന്ന പോലെ അവൾക്ക് തോന്നി. അന്ന് രാത്രി കമലയുടെ വീണ്ടും വരാന്തൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. നിലാവും തെങ്ങിൻ തലപ്പുകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന കാറ്റും ഭാരതിയമ്മ പാത്രത്തിൽ ആവി പറക്കുന്ന കപ്പയും നല്ല കാന്താരി മുളക് ഉടച്ച ചമ്മന്തിയും മേശപ്പുറത്ത് വെച്ചു.
വാ മോനെ കഴിച്ചു വെക്ക്. കമലയ്ക്ക് ഇഷ്ടപ്പെട്ട പരുവാണിത്. ആകാശ് പതുക്കെ വന്നിരുന്നു. കമല അപ്പുറത്തെ കസേരയിൽ തലകുനിച്ചിരുന്ന് കപ്പ കഴിക്കുകയായിരുന്നു. അവൻ പതുക്കെ ഒരു കഷ്ണം കപ്പ ചമ്മന്തിയിൽ മുക്കി വായിൽ വെച്ചു. അമ്മേ സൂപ്പർ, ഇത്രയും രുചിയുള്ള കപ്പ ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടേ ഇല്ല. അവൻ അമ്മയെ നന്നായി പൊക്കുമ്പോൾ കമല അവനെ നോക്കി കൊഞ്ഞനെ കുത്തുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അവൻ അവളെ ഒളിഞ്ഞു നോക്കി. അവൾ വളരെ ഗൗരവത്തിലിരിക്കുകയാണെങ്കിലും ഇടയ്ക്ക് എരിവുകാരൻ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അവൾ ചുണ്ടുകൾ കടിച്ചമർത്തി എരിവ് സഹിക്കാൻ ശ്രമിക്കുന്നുണ്ടപ്പോൾ ആകാശിനുള്ളിൽ ചിരി വന്നു. അവൻ തന്റെ മുന്നിലിരുന്ന ഗ്ലാസ് പതുക്കെ അവളുടെ അടുത്തേക്ക് നീക്കി വെച്ചു. അവളത് കണ്ടെങ്കിലും കണ്ടില്ലെന്ന് അടിച്ചു. പക്ഷെ അവളുടെ ഓരോ ചലനവും, മുടിയിഴകൾ കാറ്റിൽ പറക്കുന്നത്, കൈവിരലുകൾ കൊണ്ട് കപ്പ ഉടക്കുന്നത് ആകാശം അറിയാതെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ആ രാത്രിയിലെ ആഹാരം അവർക്കിടയിൽ ഒരു പുതിയ മൗനഭാഷ തുടങ്ങി വെച്ചു എന്ന് വേണം പറയാൻ. പിറ്റേന്ന് രാവിലെ കമല പതിവിലും നേരത്തെ എഴുന്നേറ്റു. അവനോടൊപ്പം കാറിൽ പോവേണ്ടി വരരുതെന്ന് കരുതി അവൾ വേഗം റെഡിയായി. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് ആകാശം നേരത്തെ തന്നെ യൂണിഫോം ധരിച്ച് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇന്ന് ആൾക്കൊപ്പം ഡ്രൈവറായ ഒരു കോൺസ്റ്റബിളും ഉണ്ട്. അവളെ നോക്കി തലയാട്ടി അവൻ ജീപ്പിൽ കയറിപ്പോയി. ഇന്നെന്താ ഇയാൾക്ക് ഇത്ര തിരക്ക്? അവൾ വെറുതെ ഒന്ന് ചിന്തിച്ചു. അവൾ ബസ്സിൽ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് ടൗണിനടുത്തായി വലിയൊരു ആൾക്കൂട്ടം കണ്ടത്. ആരോ റോഡ് ഉപരോധിക്കുന്നു. പോലീസ് അവരെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ബസ് പതുക്കെ ആവശ്യത്തോടെ നീങ്ങിയപ്പോൾ കമല ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ വലിയൊരു സംഘർഷം നടക്കുന്നുണ്ടായിരുന്നു. ആളുകൾ പോലീസിന് നേരെ കല്ലെറിയുന്നു. ആ ആൾക്കൂട്ടത്തിന് നടുവിൽ ആദ്യമായി നിൽക്കുന്ന ആകാശിനെ അവൾ കണ്ടു. പെട്ടെന്നൊരു കല്ല് അവന്റെ നേരെ വരുന്ന കണ്ട് അവൾ അറിയാതെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ഈശ്വര! അവളുടെ ഉള്ളമൊന്ന് പിടഞ്ഞു. ആകാശ് ആരൊക്കെ തിരിച്ചടിക്കുന്ന കണ്ടെങ്കിലും അപ്പോഴേക്കും ബസ് വേഗത്തിൽ മുന്നോട്ട് പോയിരുന്നു. അന്ന് സ്കൂളിലിരുന്ന മുഴുവൻ സമയവും കമലയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. വൈകുന്നേരം വീട്ടിലെത്തിയ കമലയുടെ ആദ്യ നോട്ടം പോയത് ആകാശിന്റെ മുറിയിലേക്കാണ്. അവിടെ ലൈറ്റ് തെളിഞ്ഞ് കിടക്കുന്നു. ബാഗുള്ളിൽ വെച്ച് ഒരു നിമിഷം പോലും വൈകാതെ അവൾ ആകാശിന്റെ വാതിലിനടുത്തെത്തി. വാതിൽ പകുതി തുറന്ന് കിടക്കുന്നു. ആകാശ് ഷർട്ട് മാറ്റി ഒരു ബനിയൻ ധരിച്ച് കസേരയിലിരിക്കുകയായിരുന്നു. അവന്റെ നെറ്റിയിൽ ഒരു ചെറിയ വെളുത്ത ബാൻഡേജും ഉണ്ട്. അത് കണ്ടതും കമലയുടെ ഉള്ളിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. രാവിലെ കണ്ട ആ കള്ളിയേറ് തന്നെയാവും ഇതിന് കാരണമെന്ന് അവൾക്ക് ഉറപ്പായി. അവൾ പതുക്കെ അകത്തേക്ക് കയറി. സർ, അവൾ താഴ്ന്ന സ്വരത്തിൽ വിളിച്ചു. ആകാശ് തല ഉയർത്തി നോക്കി. അവളുടെ കണ്ണുകളിൽ ആ വേവലാതി അവൻ ശ്രദ്ധിച്ചു. പക്ഷെ അവനത് വിട്ടുകൊടുക്കാതെ ഒരു ചിരി വരുത്തി. എന്താ ടീച്ചറെ, റേഡിയോ വന്നാണോ? അതോ പരിക്കേറ്റ വാടകക്കാരനെ കാണാമെന്നോ? അത് രാവിലെ ബസ്സിൽ വന്നപ്പോൾ കണ്ടു അവിടെ പ്രശ്നം നടക്കുന്നത്. ഈ ബാൻഡേജ് അത് കല്ലുകൊണ്ടാണോ? അവളുടെ സ്വരം വല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പോലീസുകാർക്ക് പുത്തിരിയല്ലേ കമലേ, ഒരു ചെറിയ കല്ലുകൊണ്ടതാ, ഇതിലും വലുത് ഞാൻ കണ്ടിട്ടുണ്ട്, അവൻ നിസ്സാരമായി പറഞ്ഞു. കമല ഒന്നും മിണ്ടിയില്ല. അവൾ തന്നെ മുറിയുള്ള മേശപ്പുറത്തെ മരുന്നുകൾക്കിടയിൽ നിന്ന് ഒരു ഓയിൻമെന്റ് എടുത്തു. സൂക്ഷിക്കണ്ടേ? അവിടെ എല്ലാവരും നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം ഇത് കൊള്ളണം നിർബന്ധമുണ്ടോ? അവൾ ഗൗരവത്തിൽ ചോദിക്കുമ്പോഴും അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ആകാശ് അവളെ തന്നെ നോക്കിയിരുന്നു. അവളുടെ മുഖത്തെ ആ ദേഷ്യം ഇപ്പോൾ വെറും അഭിനയമാണെന്നും അതിനുള്ളിൽ മറ്റെന്തോ ഉണ്ടെന്നും അവന് മനസ്സിലായി. ടീച്ചർക്ക് ഇപ്പം എന്നോട് സങ്കടം തോന്നുന്നുണ്ടോ? അവൻ പതുക്കെ ചോദിച്ചു. എനിക്ക് ആരോടൊരു സങ്കടമില്ല, അമ്മ വിഷമിക്കുന്നതിൽ ചോദിച്ചതാ. അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. അന്ന് രാത്രി പലതവണ കമല ജനലിലൂടെ ആ മുറിയിലേക്ക് നോക്കി. അവന് ഉറക്കം വന്നോ വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ച് അവൾ അസ്വസ്ഥയായി. രാത്രി 12 മണിക്ക് അമ്മ കാണാതെ അവൾ വീണ്ടും ആ മുറിയുടെ വാതിൽക്കിലെത്തി. ആകാശം ലൈറ്റ് അണച്ച് കിടക്കുകയായിരുന്നു. അവൾ പതുക്കെ ആ മുറിയിലേക്കൊന്ന് തലനീട്ടി നോക്കി. അവൻ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ അവൾ ദീർഘശ്വാസം വിട്ട് തിരിഞ്ഞടക്കാൻ തുടങ്ങിയതും അവൻ ആ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നിരുന്നു. ഉറക്കല്ലേ ടീച്ചറെ, അതോ കാവൽ നിൽക്കാൻ വന്നാണോ? ഒരു നിമിഷം അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. ഈ രാത്രിയിൽ അവന്റെ കൂടെ ഈ വീട്ടിൽ ഞാൻ മാത്രം. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.